പരിണയും. കാറിൽ നിന്നിറങ്ങി അവൻ തിരിഞ്ഞ് ആരോഹിക്ക് നേരെ നോക്കി. അവൾ ഇപ്പോഴും ഒരു പകപ്പോടെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ കണ്ണുകൊണ്ടിറങ്ങാൻ അവളോട് ആംഗ്യം കാട്ടി. പുറത്ത് കൂടി നിൽക്കുന്ന ആളുകളെ കണ്ണും വിളിച്ചു നോക്കിയിരുന്നവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അക്ഷയ് പതിയെ സീറ്റിലേക്ക് വെച്ചിരുന്ന അവളുടെ കയ്യിൽ പിടിച്ച് അവളെ കാറിൽ നിന്ന് പുറത്തിറക്കി. ഒരു നിമിഷം വേണ്ടി വന്നു പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആരോഗ്യക്ക് മനസ്സിലാവാൻ. ആ കൈ വിടാതെ തന്നെയാണ് അക്ഷയ് അവളെയും കൂട്ടി ബിൽഡിങ്ങിനടുത്തേക്ക് നടന്നത്. അപ്പോഴേക്കും ലൂക്ക ആ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച അതിന്റെ ചില നേതാക്കന്മാരുമായി അകത്തേക്ക് വന്നിരുന്നു. അക്ഷയുടെ കൂർത്ത നോട്ട് അവർക്ക് നേരെ നീണ്ടു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ശബ്ദത്തിൽ ഒരൽപ്പം പോലും മയമില്ലാതെ പരുക്കനായ സ്വരത്തോടെ അക്ഷയ് ചോദിച്ചു. ഞങ്ങൾക്കിവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് നിങ്ങൾ വേതനം വളരെ കുറച്ചാണ് നൽകുന്നത്. മറ്റുള്ള ഗ്രൂപ്പുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ തീരെ കുറച്ച്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ പണിയിൽ ഒരുപാട് കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കൃത്രിമം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അക്ഷയ് ഉറപ്പോടെ ചോദിച്ചതും അവർ നിന്നു വിക്കി. പിന്നെ എന്റെ കമ്പനി സാലറി കുറവാണ് കിട്ടുന്നതെന്ന് ഏതെങ്കിലും തൊഴിലാളികൾ ഇതുവരെ അങ്ങനൊരു അവകാശവാദം ഉന്നയിച്ചതായി എനിക്കറിയില്ല. ഒരു തൊഴിലാളിയെങ്കിലും ഈ പ്രശ്നം പറഞ്ഞ് എന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി കാണിക്കാം. അക്ഷയ്ക്ക് തൊട്ടു മുമ്പിൽ നിന്നവർ ചെറുതായി ഒന്ന് പതറിപ്പോയിരുന്നു. അക്ഷയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു മറുപടി ആയിരുന്നില്ല അവർ പ്രതീക്ഷിച്ചത്. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവനോട് പറയണം, ആണുങ്ങളോട് മുട്ടാൻ വരുന്ന നേരിട്ട് വരണോന്ന്. അല്ലാതെ ഇങ്ങനെ ശിങ്കിടികളെ ഇറക്കി അകത്തൊളിച്ചിരിക്കുകയല്ല വേണ്ടതെന്ന്. ആരും ഈ കാര്യം മനസ്സിലാവാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട്. ഇതിപ്പോ മല പോലെ വന്നത് എലി പോലെ പോയല്ലോന്നാണ് അവൾ മനസ്സിൽ ഓർത്തത്. പുറത്തെ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പോ അവൾ കരുതി ഇതൊക്കെ വലിയ വഴക്കിലേക്ക് കലാശിക്കുന്നു. പക്ഷേ അക്ഷിത് അതൊക്കെ നിസാരം പോലെ പരിഹരിച്ചു. കടന്നു പോയിന്റെ മുന്നിന്ന്. അതല്ല, നീയൊക്കെ ശമ്പളം കൂട്ടി വാങ്ങിച്ചിട്ടേ പോകുന്നാണെങ്കിൽ അതിനും തീരുമാനം ഉണ്ടാക്കാം. അതും പറഞ്ഞുകൊണ്ട് അക്ഷിത് അവന്റെ ഷർട്ടിന്റെ കൈ മുകളിലേക്ക് തീർത്തു വെച്ചു. കാര്യം മനസ്സിലായതും മുന്നിൽ നിന്നവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയി. അക്ഷിത് അതീവ ദേഷ്യത്തോടെ ലൂക്കോയെ നോക്കി. ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെയാണോ ലൂക്ക എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത്? സാർ വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരോട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ പണികൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ആരോഹി കം. അക്ഷയ് തിരിഞ്ഞു നിന്ന് അവളെ വിളിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇവിടുത്തെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുവെന്ന് ഒന്ന് വിലയിരുത്തിയിട്ട് പോകാം. മാത്രമല്ല, ലൂക്കോയോട് ചോദിച്ചറിഞ്ഞ് ഇവിടെ എന്തെങ്കിലും വേണമോ, അതായത് കൂടുതൽ ലേബേഴ്സിന് ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി നോട്ട് പാഡിലേക്ക് നോട്ട് ചെയ്യണം. ഓക്കെ? അക്ഷയ് പറഞ്ഞപ്പോ ആരോഹി പതിയെ തലകുലുക്കി. അപ്പോഴേക്കും ലൂക്കോ അവർ ഇരുവർക്കുമായി ക്യാപ്പ് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അതും തലയിലേക്ക് വെച്ചുകൊണ്ടാണ് അക്ഷിത് മുകളിലേക്ക് കയറിപ്പോയത്. ലൂക്കയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നോട്ട് ചെയ്തെടുത്ത ശേഷം ആരോഹിയും അക്ഷിതിനു പിന്നാലെ മുകളിലേക്ക് തന്നെ കയറിയിരുന്നു. പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കല്ലും കട്ടയുമെന്നു വേണ്ട ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയായി കൂടിക്കിടപ്പുണ്ടായിരുന്നു. സമയപ്പോഴേക്കും ഏകദേശം 6 മണിയോടടുത്തിരുന്നു. ആരോഹിയുടെ ഫോണിലേക്ക് അർജന്റ് കോളുകൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നു. അവൾക്ക് ഇന്നോളം ഇല്ലാത്ത തരം ഒരു വെപ്രാളം തന്നെ പൊതിയും പോലെ തോന്നി. ബിൽഡിങ്ങിന്റെ വാളിലേക്ക് നോക്കി എന്തോ ആലോചനയിൽ നിൽക്കുകയാണ് അക്ഷിത്. പെട്ടെന്നാണ് ആരോഹി അവനടുത്തേക്ക് വന്നത്. സർ, നമുക്കെന്നാൽ. അത്രയുമേ പറഞ്ഞുള്ള ആരോഹി. അവന്റെ മുഖത്തേക്ക് നോക്കി നടന്നു വന്നതുകൊണ്ട് തന്നെ അവിടെ കണ്ടിയൊരു പലകയില് ചവിട്ടി തെന്നി അവൾ നിലത്തേക്ക് വീഴാനാഞ്ഞു. പെട്ടെന്ന് തന്നെ അക്ഷിതിന്റെ കൈകൾ അവളെ ഇറുക്കി പുണർന്നുകൊണ്ട് വീഴാതെ താങ്ങി നിർത്തി. അവന്റെ കൈകൾ അതീവ ശക്തിയോടെ അവളുടെ ഉടലിലേക്ക് അമർന്നു. ഉള്ളിൽ
ഉള്ളിലൂടെ ദ്രുതഗതിയിൽ ഒരു തരിപ്പ് പാഞ്ഞു പോയതുപോലെ ആരോഹിക്ക് തോന്നി. അവന്റെ സ്പർശം ദേഹത്തെറിഞ്ഞതും കണ്ണുകൾ ഇറുക്കി അടച്ചു അവൾ. എന്നാൽ അവൾ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ കാച്ചെണ്ണയുടെ മണം അവനെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഒരിക്കൽ കൂടി പിന്നിട്ട് അവളുടെ മുടിയിഴകളിലേക്ക് മുഖം അമർത്താൻ തോന്നിപ്പോയി അവന്. പെട്ടെന്നാണ് ആരോഹി അവനിൽ നിന്നും അടർന്ന് പിന്നിലേക്ക് മാറിയത്. ഒരുപക്ഷെ അവൾ അങ്ങനെ മാറിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അവൻ ഒരിക്കൽ കൂടി അവളിലേക്ക് അടുത്തേനെ. സോറി സർ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ആരോഹി പറഞ്ഞതും അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അക്ഷിത് തിരിഞ്ഞു നിന്നു. പിന്നെ മറുപടിയായി ഒന്നും മൂളി. ആ സമയം അവൻ പോലും അറിയാതെ അവന്റെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഇന്നേരം കൊണ്ട് തന്നെ ആരോഹിയുടെ ഫോണിലേക്ക് 30-ലധികം മിസ്ഡ് കോൾസ് അർജുന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞിരുന്നു. അവൾക്ക് പേടി തോന്നി. അക്ഷിത് ആ സമയം ലൂക്കോയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഹി ബിൽഡിങ്ങിന്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് അർജുനെ ഫോണിൽ വിളിക്കും. എത്ര നേരം കൂടി ഞാൻ നിന്നെ ഫോൺ വിളിക്കുന്നു? എന്റെ ഫോൺ എടുക്കാൻ പോലും പറ്റാത്തത്ര തിരക്കാണോ നിനക്ക്? എന്താടി നീ അവിടെ നിന്റെ സാറുമായിട്ടുള്ള പരിപാടി? ഏ? വല്ലാത്തൊരു അർത്ഥത്തിൽ അർജുൻ അത് ചോദിച്ചതും തൊലി ഉരിഞ്ഞുപോയി ആരോഹിക്ക്. അർജുനേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുൻപേ അർജുൻ ഇടയ്ക്ക് കയറി സംസാരിച്ചു. മതിയടി, നിർത്ത്. വേറെ ആരും ജോലിക്ക് പോയിട്ടില്ലാത്തതുപോലെ. എന്നാലും നീ ഇത്രക്കാരിയായിരുന്നുവെന്ന് 5 വർഷക്കാലം എന്റെ കൂടെ ഉണ്ടായിട്ട് പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് പോലും. നോക്കർജുനേട്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നീ ഇനി കൂടുതലൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. എനിക്ക് മനസ്സിലായി ഈ നേരം വൈകി കഴിഞ്ഞുള്ള നിന്റെ ജോലി എന്താണെന്ന്. അർജുന്റെ നാവിൽ നിന്ന് വീണ വാചകങ്ങൾ കേൾക്കെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞ ആരോഹി. അവൾക്ക് വല്ലാണ്ട് തല വേദനിച്ചു പോയി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. തോളിക്കിടുന്ന സൈഡ് ബാഗിലേക്കിട്ട് ഇരുനെറ്റിയിലും വിരലുകൾ അമർത്തി കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയായിരുന്നു ആരോഹി. ആ സമയം തന്നെയാണ് അക്ഷിത് തിരിച്ചു പോകാൻ അവളെ വിളിക്കാൻ അവിടേക്ക് വന്നത്. അവളുടെ നിൽപ്പ് കാണെ അവൻ എന്തോ ഒരു പന്തികേട് തോന്നി. എന്തു പറ്റി ആരോഹി, താൻ ഓക്കെയല്ലേ? അക്ഷിത് അവൾക്കടുത്തേക്ക് വന്നു നിന്ന് ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ തലകുലുക്കി. പക്ഷേ കണ്ണുകൾ ഇറുക്കിയടിച്ച് ഭിത്തിയിൽ ചാരിയുള്ള അവളുടെ ആ നിൽപ്പ് കാണെ അക്ഷിതിന് മനസ്സിലായിരുന്നു അവൾക്കെന്തോ വയ്യായ്ക ഉണ്ടെന്നു. എടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? അക്ഷിത് അവൾക്കരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് ആർദ്രമായി ചോദിച്ചു. വേണ്ട സർ, ഇവിടുത്തെ വർക്ക് കഴിഞ്ഞോ? നമുക്ക് വീട്ടിലേക്ക് പോയാൽ. ഓക്കെ, കം ലെറ്റ്സ് ഗോ. അതും പറഞ്ഞ് അക്ഷിത് മുന്നേ നടന്നെങ്കിലും പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അടഞ്ഞു പോകാൻ തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഒരുവിധം നടക്കാൻ ശ്രമിക്കുന്ന ആരോഹിയെയാണ്. പെട്ടെന്ന് അക്ഷിത് അവൾക്കരികിലേക്ക് ചെന്നു നിന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. സൂക്ഷിച്ചിറങ്ങി വാ. പതിയെ അവൻ അവളെയും കൂട്ടി കാറിന്റെ അടുത്തേക്ക് ചെന്നു. അവർ ഇരുവരും കയറിയതോടെ കാറ് മുന്നോട്ട് ചലിച്ചു തുടങ്ങി. കാറിൽ കയറിയ പാടെ തന്നെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ആരോഹി. ടെൻഷനും പേടിയുമൊക്കെ വരുന്ന സമയത്ത് അവൾക്കിങ്ങനെ തലവേദന വരാറുള്ളത് പതിവാണ്. പല ആശുപത്രികളെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകൾ ഒന്നുമില്ല. നല്ല വേദന വരികയാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും കഴിക്കാറുണ്ടവൾ. പതിയെ എപ്പോഴോ ആരോഹി ചെറുമയക്കത്തിലേക്ക് വീണുപോയി. അവളുടെ തല ഡോറിന്റെ സൈഡിലേക്ക് നീങ്ങി പോകുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ അക്ഷിത് അവൾക്കരികിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് ആ തല അവന്റെ തോളിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു. ഇപ്പോ അവന്റെ തോളി ചാരിയാണ് അവൾ ഇരിക്കുന്നത് പോലും. ആലസമായി സീറ്റിലേക്ക് കിടന്ന അവളുടെ കൈകളിൽ അവൻ കൈമുറുക്കി മെല്ലെ ആ കയ്യിൽ തട്ടിക്കൊടുത്തു. എന്തുകൊണ്ടാണ് താൻ ആ നിമിഷം അങ്ങനെ ചെയ്തതെന്ന് എന്നൊന്നും അക്ഷിത്തിന് അറിയില്ലായിരുന്നു.
പക്ഷേ അങ്ങനെ ചെയ്യാനാണ് അവനപ്പോൾ തോന്നിയതും. സമയം അപ്പോൾ 7 മണിയോടടുത്തിരുന്നു. പുറത്ത് ഇരുട്ട് കനമ്പിച്ചു തുടങ്ങി. അക്ഷയ് പുറം കാഴ്ചകളിലേക്ക് മിഴിനട്ടിരുന്ന സമയത്താണ് ആരോഗ്യൊന്ന് കുറുകിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചത്. എന്നൊരു ചെറു ഞെട്ടലോടെ അക്ഷയ് അവളെ നോക്കിയെങ്കിലും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. വീണ്ടും നാസികത്തുമ്പിലേക്ക് ഒഴുകിയെത്തിയ കാച്ചെണ്ണ മണം മൂക്ക് വിടർത്തി ആവോളം ആസ്വദിച്ചു അക്ഷിത്. അക്ഷിതിന് ഇതൊക്കെ ആദ്യ അനുഭവമായിരുന്നു. ഒരു വേള അവന്റെ കണ്ണുകൾ മുന്നിലേക്ക് പാഞ്ഞപ്പോൾ ഫ്രണ്ടിലെ മിററിലൂടെ അവൻ ഒരു കാഴ്ച കണ്ടു. ഇതൊക്കെ നോക്കി ചെറു ചിരിയോടെ ഇരിക്കുന്ന ഡ്രൈവറെ. എന്താടോ ചിരിക്കുന്നത്? പെട്ടെന്ന് അക്ഷതിന്റെ ചോദ്യം അയാളെ തേടി എത്തിയതും അല്പം പേടിയോടെ അയാൾ ദൃഷ്ടി മാറ്റി. ശ്രദ്ധിച്ചു വണ്ടി ഓടിക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അക്ഷിത് തന്റെ ഉടലിനെ പൊതിഞ്ഞു പിടിച്ച ആരോഹിയുടെ കൈ പതിയെ എടുത്തു മാറ്റി. അല്പം മുൻപ് ചേർത്ത് പിടിച്ച അവളുടെ കയ്യിൽ നിന്നും തന്റെ കൈയും അടർത്തി മാറ്റി. പിന്നെയും ഏകദേശം അരമണിക്കൂറോളം ഉറങ്ങിയ ശേഷമായിരുന്നു ആരോഹി ഉറക്കം തെളിഞ്ഞത്. ഇത്തിരി നേരം വേണ്ടി വന്നു അവൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തുവാൻ. പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ അവൾ ധൃതിയിൽ ബാഗിൽ കൈയിട്ട് ഫോൺ പരതുന്നതും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്ന ഫോൺ ഓൺ ആക്കുന്നതുമെല്ലാം ഒരു കണ്ണാലെ കാണുന്നുണ്ടായിരുന്നു അക്ഷിത്. നെറ്റ് ഓൺ ആക്കിയപ്പോൾ അർജുന്റെയും വസ്തയുടെയും ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആരോഹി ആദ്യം വസ്തയുടെ മെസ്സേജ് ഓപ്പൺ ചെയ്തു. വോയിസ് മെസ്സേജാണ് കിടന്നത്. എന്തു പറ്റി ആരോഹി? നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? അർജുനോട് ഭയങ്കര ബഹളം. ദേഷ്യത്തിൽ നിന്നെക്കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തൊക്കെയോ പറയുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും വ്യക്തമായി പറയുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരോഹി? മോളെ, നീ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഫോൺ ഓഫ് ആക്കിയതെങ്കിൽ ഫോൺ ഓണാകുന്ന സമയത്ത് അമ്മയെ വിളിക്കണേ. ഇത്രയും ആയിരുന്നു വസ്തയുടെ വോയിസ് മെസ്സേജിൽ. ആരോഹി പെട്ടെന്ന് തന്നെ വസ്തയെ കോൾ ചെയ്തുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു പിടിച്ചു. 1-2 ബെൽ അടിച്ച ഉടൻ തന്നെ വസുധ കോൾ അറ്റൻഡ് ചെയ്തു. എന്തു പറ്റി ആരോഹി? നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്തു വെച്ചത്? മുൻപൊന്നും നീ അങ്ങനെ ചെയ്യാറില്ലായിരുന്നല്ലോ. അത് അമ്മേ. പെട്ടെന്ന് വാക്കുകൾക്കായി ആരോഹി പരതി. അർജുൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വസുധയോട് പറയാൻ അവൾക്ക് തോന്നിയില്ല. അർജുനേട്ടൻ തന്നെക്കുറിച്ച് ഇത്രയും മോശമായാണ് ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് അമ്മ അറിഞ്ഞാൽ അവർക്കാകും അതിൽ ഒരുപാട് സങ്കടം. ആരോഹി, നീ കാര്യം പറ. വസുധ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അമ്മ, ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് വിശദമായി പറയാം എല്ലാ കാര്യങ്ങളും. അവർ പിന്നീട് അധികമൊന്നും അതേപ്പറ്റി അവളോട് ചോദിച്ചില്ല. നോക്കാരോഹി, നീ ഇങ്ങനെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ, അതും തനിച്ച്, നമുക്ക് പരിചയമില്ലാത്ത ഒരാളല്ലേ നിന്റെ സാറ്. അവർക്കൊപ്പം പോകുമ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷനാവില്ലേ മോളെ? അമ്മേ, ഞാൻ പെട്ടെന്ന് അങ്ങനൊന്നും ഓർത്തില്ല. പക്ഷേ നീ ഇനി മുതൽ അതേപ്പറ്റി ചിന്തിക്കണം. നീ എന്തായാലും വീട്ടിലേക്ക് വാ. എവിടെ എത്തിയപ്പോ? പെട്ടെന്ന് വസുധ ചോദിച്ചപ്പോഴാണ് ആരോഹി ചുറ്റിനും നോക്കുന്നത് തന്നെ. പുറത്ത് ഇരുട്ട് പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയൊന്നും അവൾക്ക് നിശ്ചയമില്ല. അടുത്തിരുന്ന അക്ഷതിനെ അവൾ ഇടം കണ്ടിട്ട് ഒന്നു നോക്കി. പിന്നെ പതിയെ ഫോൺ അല്പം താഴ്ത്തി പിടിച്ചുകൊണ്ട് അക്ഷതിനോടായി ചോദിച്ചു. സാർ, നമ്മൾ ഓഫീസിലെത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കുവോ? ഇനി എന്തിനാ ഓഫീസിലേക്ക് പോകുന്നത്? താൻ വീണ്ടും ജോലി ചെയ്യാൻ പോകുന്നുണ്ടോ? ഒട്ടും മയമില്ലാത്ത അക്ഷതിന്റെ ശബ്ദം. അവൻ പൊതുവെ ഇങ്ങനെയാണ് സംസാരിക്കാറുള്ളതെങ്കിലും ഇന്നവൻ തന്നോട് അല്പം സോഫ്റ്റായി സംസാരിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ ശബ്ദത്തിന് പിന്നിലെ മാറ്റം തിരിച്ചറിയാൻ ആരോഹിക്ക് കഴിഞ്ഞില്ല. തന്റെ വീടെവിടെയാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇനി രാത്രിയിൽ തനിച്ചു പോകാനൊന്നും നിൽക്കണ്ട. ശബ്ദത്തിനൊട്ടും അയവ് വരുത്താതെ അക്ഷിത് പറഞ്ഞു. രാത്രി ആയതുകൊണ്ടും ഈ രാത്രിയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ തനിച്ചെങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടും ആരോഹി അവന്റെ ഓഫർ സ്വീകരിച്ചു. പതിയെ ഫോൺ ചെവിയോട് ചേർത്തു വെച്ചു. വസുധ അപ്പോഴും കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മേ, സാറിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ആണോ? ഞാനിടയ്ക്ക് വിളിക്കാം, സൂക്ഷിച്ചു വാമോളെ. ശരി അമ്മേ. വസുധ ഫോൺ കട്ട് ചെയ്തത് ആരോഹി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. തന്റെ വീടെവിടെയാ?
അക്ഷിതിന്റെ സ്വരം വീണ്ടും അവളെ തേടിയെത്തി. അവൾ കൃത്യമായി വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഡ്രൈവർ അതെല്ലാം കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാർ അവളുടെ വീട്ടിലേക്കുള്ള വഴി കയറിയതും ആരോഹിയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനും വെപ്രാളവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഉള്ളം മന്ത്രിച്ചു. അവളുടെ ഈ ഭാവങ്ങളൊക്കെ അക്ഷിത് കാണുന്നുണ്ടായിരുന്നു. ഇത്രയും ലേറ്റായി വീട്ടിൽ ചെന്നാൽ തനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അത് ചോദിക്കാതിരിക്കാനായില്ല അക്ഷിതിന്. കുഴപ്പമില്ല സർ, ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, തന്റെ ബോയ് ഫ്രണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്.